ഹലോ മക്കളെ, നമുക്ക് ജി എസ് ടിയുടെ 2.0 വന്നതില് ചെറിയ ചെറിയ അപ്ഡേറ്റ്സ് എന്തെല്ലാം മാറ്റങ്ങൾ വന്നു എന്നുള്ളത് ഓടിച്ചിട്ട് നോക്കാം. നമുക്ക് നോക്കാൻ പോകുന്നത് ടാലിയുമായി കണക്ട് ചെയ്തിട്ട് ജി എസ് ടിയിൽ എന്തെല്ലാം ചേഞ്ചസ് വന്നു എന്നുള്ളത് നോക്കാം. ആദ്യം നമുക്ക് ജി എസ് ടിയുള്ള ചേഞ്ചസ് ഉള്ള ഒരു ഒന്ന് രണ്ട് ഹെൽപ്പുകളും കൂടെ എടുത്ത് കാണിച്ചു തരാം. ഒരു സിംപ്ലി പറയുകയാണെങ്കിൽ നമുക്ക് കുറേ തരം ടാക്സുകൾ ഉണ്ടായിരുന്നു. 0% ഉണ്ടായിരുന്നു, 3 ഉണ്ട്, 1 ഉണ്ട്, 5 ഉണ്ട്, 12 ഉണ്ട്, 18 ഉണ്ട്, 28 ഉണ്ടായിരുന്നു. ഇത്രയും ടാക്സുകളെല്ലാം കൂടെ ഇനി സ്ലാബ് റേറ്റുകൾ, അതായത് 12 എന്നുള്ള ടാക്സ് എടുത്തു കളയാണ്. അപ്പൊ നമുക്ക് ടാക്സിന്റെ സ്ലാബ് റേറ്റുകൾ വളരെ വളരെ കുറവാണ്. ശരിക്കും പറയുകയാണെങ്കിൽ മെയിൻ ടാക്സ് റേറ്റിൽ വ്യത്യാസം 28 എടുത്തു കളഞ്ഞു, അതേപോലെ 12 എടുത്തു കളഞ്ഞു. ഇപ്പൊ രണ്ട് സ്ലാബുകൾ ഒരേ കാറ്റഗറിയിൽ കുറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഒരു സ്ലാബ് റേറ്റ് കൂടുതലായിട്ട്, അതാണ് പുതിയ ടാക്സ് റേറ്റ് ആയ 40%. ജസ്റ്റ് സിംപിളി പറയുകയാണെങ്കിൽ ഒരു 40%ന്റെ ടാക്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ 28% ആയിരുന്നു. അതായത് മാക്സിമം ജി എസ് ടി നമുക്ക് 28% അതല്ല ഇപ്പൊ 40% ആയിട്ടുണ്ട്. അതായത് പാൻ മസാല, ഇപ്പൊ ഇതിൽ കാണിക്കുന്ന ഐറ്റംസ്, ഇപ്പൊ സിഗരറ്റ്സ് ആയിക്കോട്ടെ, ടൊബാക്കോ ആയിക്കോട്ടെ, ഹൈബ്രിഡ്സ് ആയിക്കോട്ടെ, മോട്ടോർ സൈക്കിൾസ്. ഈ മോട്ടോർ സൈക്കിളൊക്കെ നമ്മൾ എടുത്ത് പറയുകയാണെങ്കിൽ 350 cc ഒക്കെ പറയാം. അപ്പൊ ഒരു സാധാരണക്കാരന്റെ ബൈക്കുകളായിരിക്കില്ല. ഒരു അറിയാലോ, ഒരു ഹിമാലയൻ പോലുള്ള ബൈക്കോ അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചും കൂടെ ലക്ഷറി ബൈക്സിനൊക്കെയാണ് ഇത് എഫക്ട് ചെയ്യുക. ഇപ്പോ ഇങ്ങനെയുള്ള പിസ്റ്റൾസ്, സ്മോക്കിംഗ് പൈപ്സ്, ആൽക്കഹോളിക് ബിവറേജസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പൊ 18 ഉണ്ടായിരുന്നു 40 ആയി, 28 ഉണ്ടായിരുന്നു 40 ആയി. ഇതെല്ലാം 40%ലേക്ക് വന്നിട്ടുണ്ട്. അതേപോലെ ഇവിടെ 18% നോക്കുകയാണെങ്കിൽ 28% ആയിരുന്ന പല, ഇപ്പൊ ഡിഷ് വാഷിംഗ് മെഷീൻസ് ആയിക്കോട്ടെ, ഇതെല്ലാം 28%. ശരിക്കും ഇതൊക്കെ ലക്ഷറി ടാക്സുകളാണ് വന്നിരുന്നത്. അത് ഇപ്പൊ കുറച്ചിട്ട് 18% ആയിട്ടുണ്ട്. അതേപോലെ പെട്രോൾ കാർസ് ഓഫ് എഞ്ചിൻ കപ്പാസിറ്റി, ഡീസൽ കാർസിന്റെ എഞ്ചിൻ കപ്പാസിറ്റി നോട്ട് എക്സീഡിങ് 150 cc, ആംബുലൻസസ്, ത്രീ വീലർ വെഹിക്കിൾസ്, ഇങ്ങനെയുള്ള കുറെ സാധനങ്ങൾ. ഇതിന്റെ ലിസ്റ്റ് ഓൾറെഡി നെറ്റിലെല്ലാം ഇപ്പൊ എല്ലാവർക്കും അത്യാവശ്യം അറിയുന്ന പോലെ, അത്യാവശ്യം ഫെമിലിയർ ആയിട്ട് തന്നെ എല്ലാവർക്കും അറിയാൻ പറ്റുന്നുണ്ട്. ഈ ന്യൂസ് ചാനൽസ് വരെ ഇത് വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. സോ ഇതിൽ 18%ലേക്ക് മാറിയ ഐറ്റംസ് ആണ് ഇതെല്ലാം. ഇനി ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് നമ്മളെ എഫക്ട് ചെയ്യുന്നത് കൂടുതൽ തീർച്ചയായും 5% ആയിരിക്കും. പ്രത്യേകിച്ച് ഫുഡീസിനൊക്കെ ഏറ്റവും ഹാപ്പി ന്യൂസ് ആയിരിക്കും ഇത്. കാരണം എന്ന് വെച്ചാൽ 18% ഉണ്ടായിരുന്ന ബേക്കറി ഐറ്റംസ് എല്ലാം ഇപ്പൊ വെറും 5% ആയി. അപ്പൊ ശരിക്കും പറയുന്നത് ഒരു ലഡു വാങ്ങിച്ചാൽ പോലും നമുക്കത് ഭയങ്കരമായിട്ട് വിലയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ ചോക്ലേറ്റ്സ് ആയിക്കോട്ടെ, ഡെന്റൽ കെയർ, ഹെയർ ഓയിൽ, ഷാംപൂ, ഐസ്ക്രീം, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം 18, 12 ഉണ്ടായിരുന്ന സാധനങ്ങളുണ്ട് കേട്ടോ. കാൻഡിൽസ്, കാർപ്പറ്റ്സ്, ചീസ്, കോക്കനട്ട് വാട്ടർ, കോഫി, ഇതെല്ലാം 12% ആയിരുന്നു. പിന്നെ ഇതൊക്കെ 18% ആയിരുന്നു. ഹെയർ ഓയിലൊക്കെ 18. ഇതെല്ലാം ഇപ്പൊ 5%ലേക്ക് മാറിയിട്ടുണ്ട്. അതൊരു വലിയ ചേഞ്ചസ് ആണ്, ഇത്രയും സാധനങ്ങൾ മാറിയത്. കാരണം ഇതെല്ലാം നമ്മൾ ഒരു സാധാരണക്കാരൻ എന്നും യൂസ് ചെയ്യുന്ന ഒരു ജനറൽ പ്രോഡക്ട്സ് ആണ്. സോ ഇതെല്ലാം 5%ലായി. ഇനി ഇതിനേക്കാൾ ഒരു ഹാപ്പി ന്യൂസ് തീർച്ചയായും പറയുന്നത് ഏറ്റവും ലാസ്റ്റ് വൺ നോൺ ടാക്സബിളിലേക്ക് മാറും. ഇപ്പൊ നമ്മളൊരു പൊറോട്ട ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ 18% ജി എസ് ടി കൊടുത്തിരുന്നു. അറിയാലോ, കേരളത്തിൽ പൊറോട്ട എന്ന് പറഞ്ഞാൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു ഹെൽത്തി പ്രൊഡക്റ്റ് എന്നാണ് ഇപ്പൊ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതേപോലെ നമ്മൾ ഇനി എത്ര പൊറോട്ട കുറ്റം പറഞ്ഞാലും ആരും ഒന്ന് കഴിച്ചു പോകും. അതെല്ലാം 0% ആയി. എനിക്ക് അത് മാത്രം വലിയ ഇഷ്ടമായില്ല. കാരണം വെച്ചാൽ അതിനൊക്കെ 40% ടാക്സ് ആയിരുന്നു. കാരണം അത്രയും ശരീരത്തിന് കേടുള്ള സാധനം ആയതുകൊണ്ടാണ് അതൊക്കെ 40ലേക്ക് പോകേണ്ടതായിരുന്നു. പക്ഷെ സെൻട്രൽ ഗവൺമെന്റും അത് സ്ഥിരമായിട്ട് കഴിക്കുന്നവരാ തോന്നുന്നത്. കാരണം നോർത്ത് ഇന്ത്യൻസ് ഒക്കെ കൂടുതൽ പൊറോട്ട സ്ഥിരമായിട്ട് കഴിക്കുന്നവരുണ്ട്. പക്ഷെ അവരൊക്കെ കൂടുതൽ വീറ്റ് പൊറോട്ടാസ് ഒക്കെ കഴിക്കാട്ടോ. അതായത് ഹെൽത്തി പൊറോട്ടാസ് ആണ്. നമ്മളെ പോലെ പോസ്റ്റ് അടിക്കുന്ന സാധനത്തിലായിരിക്കില്ല കഴിക്കുക. അപ്പൊ അതിന്റെ ഒരു വ്യത്യാസത്തിലുണ്ടാവും. പിന്നെ ഇതിൽ കുട്ടികൾക്ക് ഏറ്റവും ഹാപ്പി ന്യൂസ് തീർച്ചയായും ഇത് എക്സൈസ് ബുക്ക്, ഗ്രാഫ് ബുക്ക്, ലബോറട്ടറി നോട്ട്ബുക്സ്, ഇതെല്ലാം 12% ഉണ്ടായിരുന്നു. ഫുള്ളി ഒഴിവാക്കി 0% ആക്കി മാറ്റി. ഇപ്പൊ നമ്മളൊരു പെൻസില്, ക്രയോൺസ്, പിസ്സ, ബ്രെഡ്, ഇങ്ങനെയുള്ള ചപ്പാത്തി, റൊട്ടി, ഇതെല്ലാം 5 ആയിരുന്നു. അപ്പൊ ഇതിലുള്ള 5ഉം 12ഉം കോമൺ ആയി കാണിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇപ്പൊ എത്രയായി? 0%. അപ്പോ നമുക്ക് ഇനി ജി എസ് ടിയെ കുറിച്ച് നിങ്ങൾ ആരോടെങ്കിലും അല്ലെങ്കിൽ നിങ്ങളോട് ഒരാൾ ചോദിക്കുകയാണെങ്കിൽ മാക്സിമം ജി എസ് ടി എത്രയാണെന്ന് വെച്ചാൽ തീർച്ചയായും പറയാം 40% ആണ് മാക്സിമം ജി എസ് ടി. അതാണ് അത് റെഡിലടക്കം കണ്ടിരിക്കുന്നുണ്ടോ, മാക്സിമം ജി എസ് ടി ആണ്. മിനിമം ജി എസ് ടി എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് കൂടാതെ ടാക്സ് സ്ലാബുകളുണ്ട്. ഇപ്പൊ ഒരു ഗോൾഡ് ഒക്കെ ആണെങ്കിൽ 3% ഉണ്ട്. അപ്പൊ ഈ സ്ലാബുകളൊക്കെ നമുക്ക് എടുത്ത് പറയാം. പക്ഷെ മെയിൻ സ്ലാബുകൾ നമ്മൾ പറയുന്നത് ഇത്രയും സ്ലാബുകളാണ് 22/9/2025 മുതലാണ്. 22 സെപ്റ്റംബർ 2025 മുതൽ ഇനി മുതൽ ഇത്രയും സ്ലാബുകളാണ് നമ്മൾ അതിൽ എടുത്ത് പറയാം. ഇതിന് ഞാൻ 3% മെൻഷൻ ചെയ്തിട്ടില്ല. നേരത്തെ പറഞ്ഞ പോലെ ഗോൾഡിന് 3% തന്നെയാണ്. കാരണം അതിലെ സ്പെഷ്യൽ കാറ്റഗറി ആയതുകൊണ്ടാണ് അത് സെപ്പറേറ്റ് ചെയ്ത് പറയുന്നത്. അപ്പൊ ഇത്രയും കാറ്റഗറീസ് ഉണ്ടാവും. ഇനി നമുക്ക് അതിൽ കുറച്ചും കൂടി ഒരു ഡീറ്റെയിൽ നോക്കുകയാണെങ്കിൽ ഇപ്പൊ 5, 12 എന്നൊക്കെ പറയുന്ന പോലെ കുറച്ചും കൂടി ഡീറ്റെയിൽ ഇവിടെ നോക്കാം. ഫുഡ് ആൻഡ് ബിവറേജ് ഒക്കെ ഉണ്ടായിരുന്നത്, ഇപ്പൊ ചപ്പാത്തി, പൊറോട്ട, നേരത്തെ നമ്മൾ കാണിച്ച പിസ്സ, ബ്രെഡ്, ഇതെല്ലാം 5 ആയിരുന്നു. ഇപ്പൊ 0 ആയി. ബട്ടർ, ഗീ, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം 18 ഉണ്ടായിരുന്നു, 5 ആയി.
ചീസ്, അതർ എഡിബിൾ ഫാക്ട്സ്, പ്ലാന്റ് ബേസ്ഡ് മിൽക്ക് ബിവറേജസ്, ഇതെല്ലാം 12 to 18 ഉണ്ടായിരുന്നു, ഇപ്പൊ 5 ആയി. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഫുഡ് പ്രൊഡക്ഷനൊക്കെ ഭയങ്കര ഏറ്റവും കുറവ് ടാക്സ് തന്നെ പറയേണ്ടി വരും. പിന്നെ ടൂത്ത് പൗഡർ ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം 12% ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ലിസ്റ്റിൽ അല്ലാത്ത കുറെ സാധനങ്ങളുണ്ട്. ഇപ്പൊ ഒരു എ സി വാങ്ങൊക്കെ നമ്മൾ ലക്ഷറി ടാക്സിലൊക്കെ അതൊക്കെ ഉണ്ടായിരുന്നു, അത് 20% ആയിരുന്നു, 28% ആയിരുന്നു, ഇപ്പൊ അത് 18%. ഇപ്പൊ ഒരു LED TV നമ്മൾ വാങ്ങാണ്, 28 ആയിരുന്നു, ഇപ്പൊ ഒരു 18% ആയി. ഇത്രയും സാധനങ്ങളെല്ലാം പറയാം, ഇതെല്ലാം ഡീറ്റെയിൽഡ്, വളരെ ഡീറ്റെയിൽഡ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമ്മളത് ഓടിച്ചിട്ട് പറയണം. ഇപ്പൊ നിൽ റേറ്റ് ഇതൊക്കെ എടുത്ത് പറയാം. ഇനി മുതൽ 0% ടാക്സബിൾ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഇതൊക്കെ പറയാം. ചപ്പാത്തി, പൊറോട്ട, പനീർ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് അതിൽ പറയാം. പിന്നെ ഇതിൽ നമ്മൾ ജനറലി യൂസ് ചെയ്യുന്ന സ്പ്ലിറ്റപ്പ് ആണ് ഇതെല്ലാം കൊടുത്തിരിക്കുന്നത്. സ്റ്റേഷനറി സാധനങ്ങൾക്ക് ടാക്സുകൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഫുഡ് വെയറിന് 5% ആക്കിയിട്ടുണ്ട്. ഹെൽത്ത് കെയർ ഇതിൽ ബേസിക് ഏറ്റവും അടിസ്ഥാനം നമുക്ക് തീർച്ചയായും രണ്ട് കാര്യങ്ങൾ. ഒന്ന് ഫുഡ് പ്രൊഡക്ട്സ് ആണ്, രണ്ട് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതൊരു ഇൻഷുറൻസ് ആയിക്കോട്ടെ, അതൊരു മരുന്നിന്റെ വില ആയിക്കോട്ടെ, ഇതെല്ലാം നമുക്ക് വ്യത്യാസം നല്ലോണം ഇതിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ ഇത് കണ്ട 0 to 5% ഉണ്ട്. അതുപോലെ 12 to 5% ആയിരുന്നതാണ്, നമുക്കിത് 5 അല്ലെങ്കിൽ എടുത്തു കളയോ ചെയ്തിട്ടുണ്ട്. ഡിപ്പെൻസ് ആണ് കേട്ടോ, ചില മെഡിസിൻസിന് അതിന്റെ വ്യത്യാസം ഉണ്ടാവും. ഇത് കൃത്യമായ ഒരു കണക്കുകൾ എവിടെ ഉണ്ടാവും എന്ന് വെച്ചാൽ നമ്മുടെ GST വെബ്സൈറ്റിൽ പോയിട്ട് ഉണ്ടാവും. നമുക്ക് ജസ്റ്റ് GST.gov.in എന്നുള്ള ഒരു വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണാം. ജസ്റ്റ് ഇവിടെ ഒന്ന് ടൈപ്പ് ചെയ്യാം, www.gst.gov.in. ഇതിൽ പോയാലാണ് നമ്മുടെ എല്ലാം ലേറ്റസ്റ്റ് ടാക്സ് മുതലുള്ള എല്ലാ ടാക്സിന്റെ റേറ്റിലും എന്താണെന്നുള്ളത്. എന്നുവെച്ചാൽ നെറ്റിലൊക്കെ കാണുമ്പോൾ കുറെ കൺഫ്യൂഷൻ നമുക്ക് വരും, ഇത് ശരിയാണോ അത് ശരിയാണോ എന്നുള്ളത്. ഇപ്പോഴും കുറെ പേർക്ക് ക്ലിയർ ആയിട്ടില്ല, ഇൻക്ലൂഡിങ് ഇപ്പൊ ഞാൻ പറയുന്നത് എനിക്ക് പോലും ഇത് ഫുള്ളി ക്ലിയർ ആയിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഇപ്പോഴും നമ്മളത് ഉപയോഗിച്ച് തുടങ്ങുമ്പോഴാണ് അതിന്റെ പ്ലസും മൈനസും നമുക്ക് അറിഞ്ഞു തുടങ്ങുക. സോ കാറ്റഗറിയിൽ ഇത്രയും വ്യത്യാസം വന്നു എന്നുള്ളതാണ് ഗവൺമെന്റ് വ്യക്തമാക്കിയിരിക്കുന്നത്. സോ ഇതനുസരിച്ചാണ് നമ്മൾ ടാലിയിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നത്. നമുക്ക് ടാലിയിൽ അത് എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാനും കൂടെ നോക്കാം. ജസ്റ്റ് ഇപ്പൊ എന്റെ കയ്യിലുള്ള ടാലി പ്രൈം ആണ്. പ്രൈമിലാവുമ്പോൾ നമുക്ക് ഏറ്റവും രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് സിംഗിൾ യൂസർ, മൾട്ടി യൂസർ എന്ന് പറയും. ഒരു കമ്പ്യൂട്ടറിൽ മാത്രമേ യൂസ് സിംഗിൾ യൂസർ എന്ന് പറയും, ഒന്നിൽ കൂടുതൽ യൂസ് ചെയ്താണെങ്കിൽ നമ്മൾ മൾട്ടി യൂസർ എന്നാ പറയാം. സോ ഇതിൽ ഏതാ യൂസർ നോക്കിയിട്ട് ഇപ്പൊ ഞാൻ ഏതെങ്കിലും ഒരു എഡ്യൂക്കേഷൻ വേർഷനിൽ ജസ്റ്റ് കാണിക്കുകയാണ്. അപ്പൊ എനിക്ക് ഇതിൽ ചേഞ്ചസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സ് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട്സിൽ GST റിപ്പോർട്ട്സ് ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി കുറച്ച് ഐറ്റംസ് യൂസ് ചെയ്യുന്നുണ്ടാവും. സോ അതിൽ പോയിട്ട് ഞാൻ GST യൂട്ടിലിറ്റീസ് എന്നൊരു മെനുവിൽ പോയിട്ട് GST റേറ്റ് സെറ്റപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ഇത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ സ്റ്റോക്ക് രണ്ട് രീതിയിൽ എനിക്ക് എടുക്കാം. ഒന്ന് സ്റ്റോക്ക് ഗ്രൂപ്പ് വൈസ്, രണ്ട് സ്റ്റോക്ക് ഐറ്റം വൈസ്. ഞാനൊരു ഗ്രൂപ്പ് വൈസ് എടുക്കാന്ന് കരുതാം. അപ്പൊ ആ ഐറ്റത്തിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാവുന്നു. ആക്ച്വലി ഞാൻ ഇതിൽ ക്രിയേറ്റ് ചെയ്തിട്ടില്ല, സോ അതുകൊണ്ടാണ് അത് കാണാത്തത്. ഞാൻ ഇവിടുന്ന് ഒരു ജസ്റ്റ് ഒരു സെയിൽ ബില്ല് ഡമ്മി ആയിട്ട് കാണിക്കാം. നമ്മളൊരു ഐറ്റം ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഞാൻ കൊടുക്കുകയാണ്, പർച്ചേസ് ഒന്നും ഇല്ലാതെ കൊടുക്കുകയാണ്. ഇപ്പൊ ഞാൻ ഇതിൽ GST ഓൾറെഡി കൊടുക്കുമ്പോൾ എനിക്ക് ഇതിന്റെ ടാക്സ് 12% ആയിരുന്നു. അപ്പൊ ഞാൻ 12 കൊടുത്ത് സേവ് ചെയ്തു. ഇതാണ് ഞാൻ ഇന്നലത്തെ ഡേറ്റിലൊക്കെ എൻ്റർ ചെയ്യുന്നത് വരുന്നത്. അതേപോലെ GST കൊടുത്തു. ഓക്കെ, ഇങ്ങനെയാണ് എനിക്കൊരു ബില്ല്. അപ്പൊ സോ എനിക്ക് ടോട്ടൽ വാല്യൂ ഇതിൽ തന്നെ ഞാൻ കൊടുത്തു, 1% കൊടുത്തു. ഇനി ഞാൻ ഒന്നും കൂടെ അതേ റിപ്പോർട്ടിൽ ഞാൻ എടുക്കാണ്. GST റിപ്പോർട്ട്സിൽ പോയിട്ട് GST യൂട്ടിലിറ്റീസിൽ പോയിട്ട് റേറ്റ് സെറ്റപ്പ്. ഇനി ഞാൻ അതിൽ സ്റ്റോക്ക് ആയിട്ട് എടുക്കാണ്. ഇതാണ് എന്റെ ടാക്സുകൾ 1 ഏപ്രിൽ മുതൽ 12% ആണ് ഞാൻ ബില്ല് അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓൾറെഡി അറിയാലോ, റേറ്റുകൾ വ്യത്യാസം വന്നത് 20 to 9 ആണ് നമുക്ക് വ്യത്യാസം വന്നത്. സോ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ റൈറ്റ് സൈഡിൽ അപ്ഡേറ്റ് GST ഡീറ്റെയിൽസിൽ പോയിട്ട് എന്റെ ടാക്സ് 12% അല്ല, ഇനി എനിക്കത് മാറ്റം വന്നിട്ട് 5% ആയി എന്ന് എഴുതാം. സോ ഞാൻ ഇവിടെ 5% സെലക്ട് ചെയ്ത ശേഷം കണ്ടോ, ഇവിടെ ഓട്ടോമാറ്റിക്കലി ഓപ്ഷൻ വരും എന്ന് മുതലാണ്. കാരണം എനിക്ക് ഓട്ടോമാറ്റിക്കലി പഴയ ഡേറ്റിൽ വരുമ്പോൾ അത് 12 തന്നെ പറഞ്ഞു. പഴയ ബില്ലുകൾ എഡിറ്റ് ചെയ്ത് വന്നാലോ അല്ലെങ്കിൽ ആ ബില്ലുകൾ ഒന്നും കൂടെ എൻട്രി ചെയ്ത് കൊടുക്കേണ്ടി
മാറ്റേണ്ടി വന്നാൽ എനിക്ക് പഴയ ഡേറ്റ് വേണ്ടി വരും. സോ ഞാൻ ഇവിടെ കറന്റ് എനിക്ക് 22 സെപ്റ്റംബർ എന്നുള്ള കറന്റ് ഡേറ്റ് കൊടുക്കുന്നു. സോ അപ്പൊ എനിക്ക് ഈ ഒരേ ഐറ്റം തന്നെ ഡേറ്റ് മാറുന്നതനുസരിച്ച് ടാക്സുകൾ ഓട്ടോമാറ്റിക്കലി വന്നോളും. ഞാനിവിടെ 22 സെപ്റ്റംബർ കൊടുത്ത് എൻ്റർ ചെയ്യാണ്, എന്നിട്ട് സേവ് ചെയ്യാം. സോ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇതിൽ സേവ് ചെയ്ത്. ഇത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ടാക്സ് L12 എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി 5 ആവും. ഇത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബില്ല് എൻ്റർ ചെയ്യുന്ന സമയത്ത്, അതായത് പേറ്റ് സെയിൽസിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി എന്റെ ടാക്സുകൾ 12 എന്നുള്ളതിന് പകരം എത്ര ആവും? 5% ആവും. ഇത് ഒരു ടാക്സിന് മാത്രമേ ഞാൻ കാണിച്ചു. ഇനി മുതലുള്ള എല്ലാ ടാക്സ് സ്ലാബും എനിക്ക് ഇതേപോലെ പോയി മാറ്റാവുന്നതാണ്. ആ മെനൂസ് എന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് GST ഓപ്ഷനിൽ പോയിട്ട് ഇതിന്റെ ഷോർട്ട് കട്ട് പറയുകയാണെങ്കിൽ ഡി ഫോർ ഡിസ്പ്ലേ, O ഫോർ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട്സ്, G ഫോർ GST. സോ DOG ഡോഗ് ഓർത്താൽ മതി. അപ്പോൾ അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ GST യൂട്ടിലിറ്റീസിൽ പോയിട്ട് GST റേറ്റ് സെറ്റപ്പിൽ ഇത് മാറ്റാവുന്ന. ഇത് 1 by 1 ആയിട്ട് ഓരോ സ്റ്റോക്ക് ആയിട്ടും മാറ്റാം, അല്ലെങ്കിൽ അതത് സ്റ്റോക്ക് ഗ്രൂപ്പിൽ പോയിട്ട്. അപ്പൊ ഞാൻ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ സോപ്പ് എന്നൊരു ഗ്രൂപ്പ് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത് എനിക്ക് ഗ്രൂപ്പ് വൈസും വരും. ഇവിടെ ഇപ്പൊ എനിക്ക് ഞാൻ സോപ്പ് എന്നൊരു ഗ്രൂപ്പാണ് ക്രിയേറ്റ് ചെയ്യുന്നത് കരുതാം. സോ എനിക്കിവിടെ ഗ്രൂപ്പായിട്ട് ഇത് കാണും, സോപ്പ് എന്നുള്ള ഗ്രൂപ്പായിട്ട് ഇവിടെ കാണും. സോ ഇത് എൻ്റർ ചെയ്യാം, ഇങ്ങനെയും എനിക്ക് കാണാം. ഓക്കെ, താങ്ക് യു.